കഠിനമായ പ്രാർത്ഥനയിലായിരുന്നല്ലോ, എന്തു പറ്റി? ഏയ് അങ്ങനെയൊന്നുമില്ല. നിധി, ആമാടെ പെട്ടിയിലിരിക്കുന്ന മരതകമാല കണ്ടിട്ടുണ്ടോ? ഇല്ല, തുറന്നു നോക്കാൻ പാടില്ലല്ലോ. തുറക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഭംഗിയിലോ വിലയിലോ അല്ലല്ലോ കാര്യം. ഇത് ഈശ്വരമംഗലത്തിന്റെ അധികാരത്തിന്റെ അടയാളമല്ലേ. മതിപ്പ് വില പറയാനാവില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ? ഈ തിരുവോണത്തിന് ഭൈരവിയമ്മ ഈ മാല ആരുടെ കഴുത്തിൽ അണിയിക്കുന്നോ അവരാണ് ഇനി മുതൽ എല്ലാ ഈശ്വരമംഗലം കുടുംബങ്ങളുടെയും അധികാരി. ഇത് വസുന്ധരാന്റിക്ക് അവകാശപ്പെട്ടതല്ലേ? ആണ്, എന്നാലും വെറുതെ ഒരാഗ്രഹം. അതെന്താ ആഗ്രഹം? തിരുവോണ സദ്യയൊക്കെ കഴിഞ്ഞ് ഭൈരവിയമ്മ ഈ മാലയെടുത്ത് നിന്റെ കഴുത്തിൽ അണിയിച്ചു തരണമെന്ന്. അധികാര സ്ഥാനത്തേക്ക് നീ വരണമെന്നൊരാഗ്രഹമുണ്ട് മോളെ. ദൈവികമായ ഈ മാല അമ്മയുടെ കഴുത്തിൽ ഇട്ടു തരണമെന്നും ഈശ്വരമംഗലത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് അമ്മയ്ക്ക് വരണമെന്നും ആഗ്രഹമില്ലേ? എനിക്കങ്ങനെ ഒരു മോഹമില്ല. അത്തരം മോഹങ്ങൾ അമ്മയ്ക്കില്ലാത്തതുപോലെ എനിക്കുമില്ല. അതിന്റെ 100 ഇരട്ടിയില്ല. ഇതേ വെറും വാക്കല്ല. ഈ മാല വീഴേണ്ടത് യഥാർത്ഥ അവകാശിയാകാനും വേണ്ടി യോഗ്യതയുള്ള ആരുടെ കഴുത്തിലാണോ അവരുടെ കഴുത്തിലാ. മരുമക്കളല്ലല്ലോ, മക്കളല്ലേ രക്താവകാശികളായി വരും. ഇത് വസുന്ധരാന്റിക്ക് കിട്ടണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നടക്കില്ല എന്നറിയാം, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒരാഗ്രഹം. ഭഗവാനെ കാത്തോളണേ. അയ്യോ, നിലം തുടക്കലൊക്കെ ഇത്രയും പാടുള്ള പണിയാണെന്ന് എപ്പോഴാ മനസ്സിലായത്. ഇനി മേലിൽ നിലം തുടയ്ക്കുന്നത് വൃത്തിയായില്ല എന്നും പറഞ്ഞ് ഞാൻ ആരെയും വഴക്ക് പറയില്ല. അമ്മേ, അയ്യോ അയ്യോ, എന്തൊരു ശരീരവേദന. വസുന്ധരേ, അമ്മേ, എന്തു പറ്റി വസുന്ധരേ? ഒന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ നിധി എവിടെ? ഞാൻ ഉറങ്ങാൻ കിടന്നിട്ടും ഒന്ന് കാല് തിരുമ്മിത്തരാൻ അവള് വന്നില്ലല്ലോ. അവൾ ഇതുവരെ വന്നില്ലേ? ഒരു കാര്യം ചെയ്യാം ഭൈരവിയമ്മേ, ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഭൈരവിയമ്മ പൊയ്ക്കോ. അടുക്കളപ്പണി കഴിഞ്ഞാൽ ഉടനെ എന്റെ മുറിയിലേക്ക് വരണമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഞാൻ ഉറങ്ങോളം എന്റെ കാല് തിരുമ്മിത്തരാനുള്ള ഡ്യൂട്ടി നിന്നെയാ ഞാൻ ഏൽപ്പിച്ചത്. അതിന് പ്രത്യേകം ക്ഷണിച്ചാലേ തമ്പുരാട്ടി എഴുന്നള്ളൂ എന്നുണ്ടോ? എന്താ, അതിന് മറുപടി ഒന്നും പറയാനില്ലേ? അടുക്കളയിൽ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു, അതാ വരാൻ വൈകിയത്. എന്തു ജോലി ചെയ്യുമ്പോഴും അത് കൃത്യമായ സമയത്ത് വേണം. അല്ലാതെ തോന്നുമ്പോ തുടങ്ങുകയും തോന്നുമ്പോ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഭൈരവിയമ്മേ, മുറിയിലേക്ക് പൊയ്ക്കോളൂ. ഇവളിപ്പൊ തന്നെ വന്നോളൂ. വരാന്ന് പറഞ്ഞാ വരണം, കാത്തിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെല്ല്, നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് കാല് തിരുമാൻ നിനക്ക്. കഷ്ടമുണ്ട് വസു, ഇവളിങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേന്ന് ഭൈരവിയമ്മയോടൊന്ന് പറ. പിന്നെ എനിക്ക് വലിയ അത്യാവശ്യമല്ലേ. നിലം തുടച്ചപ്പോ ഇവള് മനഃപൂർവ്വം തല ചുറ്റുന്നതായിട്ട് അഭിനയിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള ശിക്ഷയായതെന്ന് കരുതിയാ മതി. അയ്യോ, ചെല്ല്, ചെന്ന് ഉറക്കം ഉളച്ചിരുന്ന് കാല് തിരുമ്മിക്കൊടുക്ക്. വേഗം ആവട്ടെ. അമ്മ കൊള്ളാലോ. സത്യം അറിഞ്ഞതിന് ശേഷം അമ്മ വസുന്ധരാന്റിക്കിട്ട് തന്നെ നമ്പർ ഇറക്കിയല്ലേ? ഞാനൊക്കെ എന്ത്, നീ ഭൈരവിയമ്മയെ കണ്ടുപിടിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുവോ? ഈശ്വരമംഗലത്തിന്റെ അല്ലേ പ്രോഡക്റ്റ്, മോശമാവോ? എങ്കിൽ പിന്നെ ഭൈരവിയമ്മ പറഞ്ഞതുപോലെ തമ്പുരാട്ടി അങ്ങ് എഴുന്നള്ളിയാട്ടെ. ഞാനേ അടുക്കളയിലെ ബാക്കി പണി തീർത്തോളാം. നടക്ക്, അകത്തോട്ട് ചെല്ലേ.
ആ കഥ കടച്ച് കുറ്റിയിട്ടേക്ക്. ആ. ഭൈരവിയമ്മ കിടന്നോളൂ, ഞാൻ കാല് തിരുമ്മിത്തരാം. മോൾ ഇനി കാല് തിരുമണ്ട, നീ എന്റെ അടുത്ത് ഇരിക്ക്. ഇരിക്കേ. നിന്നെ എനിക്കിഷ്ടമാണ്. എന്റെ കണക്കൂട്ടലുകളൊക്കെ നീ തെറ്റിച്ചു കളഞ്ഞു. ഞാനിവിടെ വന്ന് കയറുമ്പോഴുള്ള നിധിയല്ല ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് പണിതു വെച്ച ഒരു നെഗറ്റീവ് ഇമേജ്, അതായിരുന്നു എന്റെ മനസ്സിലെ നിധി. പക്ഷെ ഇപ്പോ സത്യത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു മോളെ. മിടുക്കി, പോരായ്മകളെല്ലാം അറിഞ്ഞ് നേരിനു വേണ്ടി പോരാടുന്ന ഒരു മിടുക്കിയാണ് നീ. കണ്ണീരുകൊണ്ട് ദുർബലയായി പോവാത്തൊരു പെണ്ണ്. ഈശ്വരമംഗലത്തേക്ക് വന്നു കയറിയത് ഒരു പതിരായി പോവില്ല. അതാണ് എന്റെ സന്തോഷവും അഭിമാനവും. എന്തൊക്കെയാ മോളെ അവൾ എന്റെ കാതിലേക്കും മനസ്സിലേക്കും ചൊരിഞ്ഞിട്ടത്? എന്താ അവൾ ഇങ്ങനെയായി പോയത്? മനസ്സിൽ നിന്നും നന്മകൾ മുഴുവൻ മായ്ച്ചു കളഞ്ഞ ഒരു ജന്മം. വസുന്ധരാന്റെ ഒരു പാവോ ഭൈരവിയമ്മ. പാവോ? ഇത്രയും കാണിച്ചു കൂട്ടിട്ടോ? ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിക്കുന്ന, അതിനു വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാള്. അത്രേ ഉള്ളൂ വസുന്ധരാന്റെ. ഞാൻ കേട്ടും കണ്ടു അറിഞ്ഞ വസുന്ധരാന്റെയിൽ മറ്റൊരാളുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണ്. ആ പെണ്ണിന്റെ വിഷമമായിരിക്കാം ആന്റിയെ കൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യിക്കുന്നത്. ഒരുതരം ഫ്രസ്ട്രേഷൻ. ശരിയായിരിക്കാം. പക്ഷെ ഞാനോ ഒരു തറവാടിന്റെ എല്ലാ അധികാരങ്ങളും ചിട്ടവട്ടങ്ങളും പിന്തുടർന്ന എന്റെ ഈ ജീവിതം ഒരു തരത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലേ മോളെ? നീ ഈ പറയുന്ന വസുന്ധരാന്റെയും അവളുടെ ഏട്ടൻ ഗോപിനാഥിനെയൊക്കെ വളർത്തി ഒരു നിലയിൽ എത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്വന്തമായി ജീവിതം തന്നെ ഇല്ലാതായി പോയവളാ ഞാൻ. അന്നും ഇന്നും അത് വേണ്ടാത്ത കാര്യമായി തോന്നിയിട്ടില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടതായും തോന്നിയിട്ടില്ല. കുടുംബത്തിനും അതിന്റെ പ്രൗഢിയും അന്തസ്സും നിലനിർത്തുന്നതിന് വേണ്ടി ജീവിച്ചു, ലക്ഷ്യങ്ങളും നിറവേറ്റി.